എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. പുതിയൊരു ആഴ്ച ജൂൺ മാസത്തിൽ മഴക്കാലത്ത് കർത്താവ് നമുക്കായിട്ട് തന്നു. മഴ ഒരനുഗ്രഹമാണ്, വെയിലൊരനുഗ്രഹമാണ്, തണുപ്പൊരനുഗ്രഹമാണ്. ദൈവം വെച്ചിരിക്കുന്ന എല്ലാ സീസണുകളും നമുക്കനുഗ്രഹമാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എളിയവരത് കേട്ടിട്ട് ദൈവത്തെ വാഴ്ത്തും. ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോൾ സ്തുതിക്കാത്തവർ പോലും ദൈവത്തെ സ്തുതിക്കും. കാരണം ഞാനൊരു രാജാവായി വന്നവനാണ്. രാജാവായി വന്ന ഞാൻ സ്തുതിയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത വെച്ചിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരത് കേൾക്കും, സാധാരണക്കാരത് കേൾക്കും. അവരോർക്കും, ഇത്രയും വലിയ രാജാവ് എപ്പോഴും എന്തിനാണ് ദൈവത്തെ വാഴ്ത്തുന്നത്, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത് എന്താണ്? അവർ അത് പഠിക്കും. എൻ്റെ വിജയ രഹസ്യങ്ങൾ അവർ പഠിക്കും. എന്നിട്ട് അവരും ദൈവത്തെ വാഴ്ത്തും. ഉയർന്നു വന്ന ഏതു വ്യക്തികൾക്കും സ്തുതിക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്. ഉയർച്ചകളിൽ നിന്നുകൊണ്ട് ദൈവത്തെ മറക്കുന്നവരും ഉണ്ട്. എന്നാൽ ദൈവം ഉയർത്തിയവർക്ക് എങ്ങനെ ദൈവത്തെ മറക്കാൻ കഴിയും? ഞാൻ കാട്ടിലായിരുന്നു, ഞാൻ തകർന്നവനായിരുന്നു, ഞാൻ ഒറ്റപ്പെട്ടവനായിരുന്നു, ഞാൻ വളരെ വേദനയിലൂടെ പോയവനായിരുന്നു. എന്നിട്ടും ദൈവം എന്നെ കരുതി ഈ ഉന്നതങ്ങളിൽ എന്നെ എത്തിച്ചു. അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും എൻ്റെ ദൈവത്തെ വാഴ്ത്തും. ഇനിയും ജീവിതത്തിൽ വരുന്ന കൈപ്പേറിയ വേദനകളിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. എളിയവരത് കേൾക്കും, സാധാരണക്കാരത് കേൾക്കും. അവരും സ്തുതിക്കുന്നവരായി മാറും, വാഴ്ത്തുന്നവരായി മാറും, ആരാധിക്കുന്നവരായി മാറും. അതാണ് ദാവീദ് എടുത്ത ഒരു തീരുമാനം. ഈ ആഴ്ച മുതൽ ദൈവത്തെ സ്തുതിക്കുവാൻ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്കും കൃപയുണ്ടാകട്ടെ. നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ വാസ്തവത്തിൽ ഒന്ന് മാറ്റിയാൽ നല്ലതാണ്. ദാരിദ്ര്യമായ ഒരു മൈൻഡ് സെറ്റ്. വീട്ടിൽ ദാരിദ്ര്യമുണ്ടോ? ഉണ്ടായിരിക്കും. കഷ്ടപ്പാടുണ്ടോ? ഉണ്ടായിരിക്കും. ജപ്തിയും അത്യാവശ്യത്തിന് കടങ്ങളൊക്കെ പല വീടുകളിൽ നിന്നൊരു സാധാരണ സംഭവമായിരിക്കാം. വീടില്ല, വരുമാന മാർഗങ്ങൾ കുറവാണ്. എന്നാൽ അതിനെ ഒരു ദാരിദ്ര്യമായി നിങ്ങളുടെ മനസ്സിലോട്ട് എടുക്കരുത്. അതൊരു ട്രെയിനിങ് പീരീഡായിട്ട് കണ്ടാൽ മതി. എന്നാൽ ദാരിദ്ര്യത്തോട് തോറ്റു പോകരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം കണ്ടത്, ഒരാൾ താഴെ ഇരുന്ന്, ഒരു കുഴപ്പമില്ലാത്ത ഒരാളിരുന്ന് ഒരു തുണി വിരിച്ചിട്ട് ഭിക്ഷയാചിക്കുന്നു. എന്നാൽ രണ്ട് കൈയും ഇല്ലാത്ത ഒരാൾ തലയിൽ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്, കൈയില്ലെങ്കിലും ആ തോളിൽ കഷ്ടിച്ച് തൂക്കിയിട്ടിരിക്കുന്ന രണ്ട് ബാഗുണ്ട്. എന്നിട്ട് അയാൾ നടന്ന് ബസ് സ്റ്റാൻഡിലൊക്കെ നടന്ന് എന്തോ വിൽക്കുകയാണ്. രണ്ടുപേരുടെ മൈൻഡ് സെറ്റ് രണ്ടാണ്. താഴെ ഇരിക്കുന്നവന് കയ്യും കാലും ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും അവൻ്റെ മൈൻഡ് സെറ്റ് ദരിദ്രനാണ്. അതുകൊണ്ട് അവൻ കൈ നീട്ടുന്നു. രണ്ട് കൈയും ഇല്ലാത്തവൻ തലയിൽ ഒരു ബക്കറ്റും ആ ഷോൾഡറിൽ കഷ്ടിച്ച് തൂക്കിയിടുന്ന രണ്ട് ബാഗും ഇട്ടുകൊണ്ട് അവൻ വിൽക്കാൻ കാരണം അവൻ്റെ മനസ്സിലറിയാം, എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്കും ബിസിനസ് ചെയ്ത് വിജയിക്കാൻ കഴിയും, ഞാൻ ദരിദ്രനല്ല എന്ന ഒരു മനോഭാവമാണ് ആ രണ്ട് കൈയില്ലാത്തവൻ കാണിക്കുന്നത്. ഈ രണ്ടു പേരിൽ ഏതു മനോഭാവക്കാരാണ് നമ്മൾ? റോമാലേഖനം 12 പറയുന്നു, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ. നമ്മുടെ മനസ്സിനെ നാം പുതുക്കണം. ഇല്ല, ഞാൻ ദരിദ്രനല്ല. വീട്ടിലുള്ള ദാരിദ്ര്യത്തിനൊത്തവണ്ണം നമ്മുടെ മനസ്സ് അതിനോട് ഇഴുകിച്ചേരരുത്. നമ്മൾ അതിനോട് എതിർക്കണം. ഇല്ല, യേശുവിൻ്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാകേണ്ടതിന് ഞാൻ നിമിത്തം യേശു സമ്പന്നനായി തീർന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ഞാൻ സമ്പന്നനാണ്. താൽക്കാലിക ദാരിദ്ര്യം എൻ്റെ വീട്ടിലുണ്ട്, അതൊരു വഴിപോക്കനാണ്. വഴിപോക്കൻ ഒരിക്കലും വീട്ടിൽ സ്ഥിരമായി വസിക്കുന്നില്ല. അവൻ വഴി പോകുമ്പോൾ
ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എൻ്റെ വീട്ടിൽ കയറി, ഞാൻ വെള്ളം കൊടുത്തു, അവൻ പോയി. അതാണ് വഴിപോക്കൻ. അല്ലെങ്കിൽ ഗേറ്റ് തുറന്ന് വന്ന്, ചേട്ടാ ഇന്നയാളുടെ വീട് ഒന്ന് പറഞ്ഞു തരാമോ, പറഞ്ഞു കൊടുത്തു, പോയി. ഇതാണ് വഴിപോക്കൻ. ദാരിദ്ര്യത്തെ ഒരു വഴിപോക്കനായിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ നമ്മുടെ വീട്ടിൽ കയറി കൂടപ്പിറപ്പ് പോലെയാകും. അതുകൊണ്ട് ദാരിദ്ര്യം ഒരു വഴിപോക്കനാണ്, എന്നാൽ സമ്പത്ത് എൻ്റെ കൂടപ്പിറപ്പാണ്. അങ്ങനെ കാണുന്ന ഒരു മനോഭാവം, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ദൈവഹിതം എന്താണ്? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു മനോഭാവം വളർത്തിയെടുക്കണം. ഞാൻ അധ്വാനിക്കും, ഞാൻ ഉയരും, എനിക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള ശക്തിയുണ്ട്, എനിക്ക് ഒരു കാലേ ഉള്ളെങ്കിലും എനിക്ക് ഒറ്റ കാലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ പറയണം. പാസ്റ്റർ നിക്ക്, ഓസ്ട്രേലിയക്കാരനായ ആ ദൈവദാസൻ, 2 കൈയില്ല 2 കാലില്ലാതെ വളർന്നു. എന്നാൽ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറായും ഒരു അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററായും അദ്ദേഹം തീർന്നു. അദ്ദേഹം വിവാഹം കഴിച്ചു, നല്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് പല മക്കളുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നു. എന്തുകൊണ്ട്? മനോഭാവം. മനസ്സാണ് തീരുമാനമെടുക്കുന്നത്. ആരോഗ്യമുണ്ടെങ്കിലും മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ നമ്മളൊരു പരാജയമാണ്. ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു വലിയ വിജയത്തിലേക്ക് വരുവാൻ യേശുക്രിസ്തു നിങ്ങളെ ശക്തീകരിക്കട്ടെ. അതുകൊണ്ട് മനോബലമുള്ളവരായി, വാസ്തവമായിട്ട് സത്യമറിഞ്ഞ് സത്യത്താൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ബൈബിൾ വായിക്കും തോറും നിങ്ങളുടെ ബലം വർദ്ധിക്കും. എങ്ങനെയാണ് ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി വളർത്തിയെടുക്കുന്നത്? അത് ബൈബിൾ വായന നമുക്കത് നൽകി തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ പ്രമാണം, ആത്മാവിൻ്റെ പ്രമാണം ന്യായപ്രമാണത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നു. ജീവന്റെ പ്രമാണം, അതായത് യേശു ഉയർത്തപ്പോൾ ഞാനും ഉയർത്തു. യേശു മരിച്ചപ്പോൾ യേശുവിൻ്റെ കൂടെ ഞാനും മരിച്ചു. യേശു അടക്കപ്പെട്ടു, ഞാനും അടക്കപ്പെട്ടു. യേശു ഉയർത്തപ്പോൾ കൂടെ ഞാനും ഉയർത്തു. ഇതെങ്ങനെ അറിയാം? ഇതിൻ്റെ പേരാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. താൽക്കാലികമായിട്ട് ആ സമയത്ത് വിശ്വസിച്ച് പിന്നീട് സാധാരണമായി പോകുന്നതല്ല, നിലനിൽക്കുന്ന വിശ്വാസം. ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണെന്നുള്ള ബോധ്യത്തിൽ നാം നടക്കണം. അതാണ് റോമർ 6 പറയുന്നത്, നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അത് നമ്മുടെ മനോഭാവമാണ്. ഞാനിപ്പോൾ പഴയതല്ല, ഞാൻ ന്യായപ്രമാണത്തിൻ്റെ കീഴെയല്ല, ഞാൻ പാപിയല്ല, ഞാൻ ശപിക്കപ്പെട്ടവനല്ല, ഞാൻ അശുദ്ധനല്ല, ഞാൻ ഇന്ന് ദൈവത്തോട് അന്യനല്ല, ഞാൻ യേശു ക്രിസ്തുവിലാണ്, യേശു ക്രിസ്തു എന്നിലാണ്, എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവുള്ളവർക്കും യേശുവിൽ ജീവിക്കുന്നവർക്ക് ഈ മനോഭാവമില്ല. അതൊരു വലിയ പരാജയമാണ്. യേശുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയവരാണ്, എന്നിട്ട് യേശു കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്കൊരു സന്തോഷം തരില്ലേ? ഇതുപോലെ നമ്മുടെ കാര്യങ്ങൾക്കൊരു മുഴുവനും പരിഹാരം, ശാശ്വത പരിഹാരം വരുത്തുവാൻ കഴിയുന്നവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള രക്ഷയുടെ സന്തോഷം പല ദൈവമക്കളുടെ മുഖത്തില്ല. നിങ്ങളുടെ സന്തോഷം കർത്താവിലായിരിക്കണം. എൻ്റെ കൂടെ കർത്താവുണ്ട്. കടം, ജപ്തി, രോഗം, വേദന, ആശുപത്രി, കഷ്ടപ്പാട്, ദുരിതം, ദുരന്തം, ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കും വരില്ലേ? വരാം. വരരുത് എന്ന് പ്രാർത്ഥിക്കാം. എന്താണ്? ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട വീടും മണലിൽ പണിത വീടും, 2 വീടിനെ കുറിച്ച് യേശു പറഞ്ഞു. 2 വീടിന് ഒരേ അനുഭവം. കാറ്റടിച്ചു, 2 വീട്ടിലും മേലെ പേമാരി പെയ്തു, 2 വീടിൻ്റെ സ്ഥലത്തും നദികൾ പൊങ്ങി. കാറ്റ് അതിന്മേൽ അലച്ചപ്പോൾ 2ന്മേലും അലച്ചു. 1 വീണില്ല,
പാറമേൽ പണിതത് വീണില്ല, മറ്റേത് വീണു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിഞ്ഞ ലോകത്തെ ജയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. ദൈവം നീതിമാനോടുകൂടി ഇരിക്കും. നീതിമാൻ എപ്പോഴും ഓർമ്മയിൽ ഇരിക്കും. ദൈവം എപ്പോഴും നീതിമാനെ ഓർക്കും. അവൻ്റെ ഒരു മുടി പോലും നിലത്ത് വീഴുമ്പോൾ ദൈവം അറിയാതെയല്ല. ഈ ഒരു സത്യത്തിലൊക്കെ ജീവിക്കുന്ന വ്യക്തികൾക്ക് വരുന്ന പ്രശ്നങ്ങളെ നിസാരമായിട്ട് ആ വ്യക്തി കൈകാര്യം ചെയ്യും. ഇതാ, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ ഒരു അറിവ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നെ ക്രിസ്തു സ്വാതന്ത്ര്യത്തോടെ മാറ്റിമറിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനാണ് ഞാൻ. ഞാനിന്ന് പാപത്തിൻ്റെ കീഴെയല്ല, ഞാനിന്ന് ശാപത്തിൻ്റെ കീഴെയല്ല, ഞാനിന്ന് ഒരടിമയല്ല. ഇന്ന് എല്ലാം എൻ്റെ കാലിൻ്റെ കീഴെ അടിമയാണ്. സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ വേഗത്തിൽ എൻ്റെ കാലിൻ്റെ കീഴെ മെതിച്ചു കളയും. എൻ്റെ ദൈവത്തിൻ്റെ താല്പര്യം ഞാൻ അടിമയായിരിക്കുന്നതല്ല, ഞാൻ എന്നെ അടിമയാക്കാൻ വരുന്നതിനെയെല്ലാം അടിമയാക്കുന്നതാണ് എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം. ഈ ഒരു ബോധ്യം ഉള്ളിലോട്ട് കയറിയ ഒരു ദൈവ പൈതൽ, അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് ബൈബിൾ വായിക്കാൻ പറയുന്നത്? ഈ ഒരു മനോഭാവം കിട്ടും. ഈ ഒരു മനോഭാവം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയൂ. എന്താണ് ഗോൾ എന്ന് പറയുന്നത്? നമ്മൾ എന്താണ് ഈ വർഷം ചെയ്യാൻ പോകുന്നത്? നമ്മൾ എന്താണ് അടുത്ത വർഷം ചെയ്യാൻ പോകുന്നത്? നമ്മൾ എന്താണ് അടുത്ത 5 വർഷത്തിനുള്ളിൽ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ഒരു വ്യക്തമായ ഒരു ഗോള് കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അത് യേശു ക്രിസ്തുവിൽ മാത്രമേ നടക്കൂ. മോട്ടിവേഷൻ പ്രസംഗങ്ങളൊക്കെ പറയുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അവരൊത്തിരി ഉപകാരങ്ങൾ സമൂഹത്തിന് ചെയ്യുന്നുണ്ട്. അതൊത്തിരി നല്ലതാണ്. എന്നാൽ അവർക്ക് പോലും രക്ഷയെക്കുറിച്ചുള്ള സത്യം അറിയില്ല. ഏറ്റവും വലിയ മോട്ടിവേഷൻ യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കിയാലുള്ള 10 ഗുണങ്ങൾ, അതായിരിക്കണം മോട്ടിവേഷൻ. യേശുവിൽ ജീവിക്കുന്നവർക്കുള്ള 5 ഗുണങ്ങൾ, അതായിരിക്കണം മോട്ടിവേഷൻ. അല്ലാത്തതെല്ലാം മണ്ണിലെ ജീവിതം കൊണ്ട് തീരുന്നത്, മണ്ണിലെ ജീവിതത്തിന് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഭൂമിയിലെ ഗോളടിയല്ല, നിത്യതയിൽ പ്രതിഫലം. കള്ളൻ തുരന്ന് മോഷ്ടിക്കാത്ത, പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിപ്പീൻ. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത് ഭൂമിക്ക് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ്. അതാണ് ജീസസ് എവരിഡേയിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. എന്ത് കേൾക്കണം, എന്ത് കുറച്ച് കേൾക്കണം, എന്ത് കേൾക്കരുതെന്ന് ചിന്തിക്കാനുള്ള ജ്ഞാനം നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം കാണുന്നത് കേൾക്കും, ഏതെങ്കിലും ഒന്ന് കേൾക്കും. നിങ്ങൾ തന്നെ എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, എന്ത് വായിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എല്ലാം നിങ്ങൾ ഒരു ശീലമുണ്ടാക്കണം. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതമായി നിങ്ങൾ മാറും. അതിനാണ് കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അത് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ഈ ഒരു പ്രവചന വാക്കുകൊണ്ടുമല്ല. ബൈബിൾ അങ്ങനെ പറയുന്നു. അത് ഞാൻ എടുത്തു പറയുന്നതാണ് നിങ്ങളോടുള്ള എൻ്റെ പ്രവചനം. കർത്താവിൽ വിശ്വസിക്കുക. ഈ ആഴ്ച ഒരു ജയത്തിൻ്റെ ആഴ്ചയാണ്. ഈ ആഴ്ച ഒരു അനുഗ്രഹത്തിൻ്റെ ആഴ്ചയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വലിയ പ്രവർത്തികൾക്കായി കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് വീണ്ടും നോക്കി പുതിയ തുടക്കങ്ങൾ കുറിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ മക്കൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ ആഴ്ചയുടെ യാത്ര ഒരു വലിയ വിജയമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവർ യേശുവിനെ അറിഞ്ഞവരും ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരും കർത്താവിൽ വസിക്കുന്നവരുമാണ്. തോൽക്കാൻ കഴിയാത്ത ജയത്തിൻ്റെ ഒരു ജീവിതത്തിനായി ഈ മക്കളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. പോകുന്നിടത്തവർ ജയാളികളാകട്ടെ. ആരോഗ്യ പ്രശ്നങ്ങളെ അവർ കീഴ്പ്പെടുത്തട്ടെ.
വീടിൻ്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന വലിയ പദ്ധതികൾ ആവിഷ്കരിക്കട്ടെ. കൃപയിൽ ഇവരെ ഭരമേൽപ്പിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. വലിയ കാര്യങ്ങളാണ് ഈ ആഴ്ച നമ്മെ കാത്തിരിക്കുന്നത്. US-ലുള്ള എൻ്റെ മീറ്റിങ്ങുകളെല്ലാം വളരെ അനുഗ്രഹമായി നടക്കുന്നു. ഈ ആഴ്ച അവസാനത്തോടെ തിരിച്ച് നാട്ടിലെത്തും. എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടി കർത്താവിൽ ബലപ്പെടാൻ ഇനിയും കർത്താവ് കൃപ തരട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. ഗോഡ് ബ്ലെസ് യു. എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലെയുള്ളൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഇതുപോലെ ഇതുപോലെയുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലെയുള്ളൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ.
രാജാതി രാജനാം